ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുനാളിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നവർ പ്രസൻറ്റേഷൻ ഓഫ് അവർ ലോഡ് എന്നാണ്. ഇന്നത്തെ വചനം സുവിശേഷം ആരംഭിക്കുന്ന മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ കഴിഞ്ഞ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയാക്കുക, അതിന് ശുദ്ധീകരിക്കുക തന്നെ അതിന് ദേവാലയ പ്രവേശനം. അപ്പം അത് തന്നെയാണ്. അപ്പോൾ ശുദ്ധീകരണ മാതാവിൻ്റെ തിരുനാൾ, അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ തിരുനാളാണ്. പിന്നെ സ്നേഹത്തോടെ ആളുകൾ ഈശോയെ ഇങ്ങനെ ദേവാലയത്തിൽ കാണിക്ക വെച്ച മാതാവിനെ കാണിക്ക മാതാവ് എന്നുകൂടി വിളിക്കും. കാണിക്ക മാതാവിൻ്റെ തിരുനാൾ കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇവർ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. ഇവർ യൗസേപ്പ് പിതാവും മാതാവും ഈശോയെ സമർപ്പിക്കാൻ കാത്തിരുന്നു. 40 ദിവസം പൂർത്തിയായപ്പോൾ അത് കാത്തിരുന്നു. അത്ര നാൾ സൂക്ഷിച്ച് പിടിച്ച് ദേവാലയത്തിൽ നല്ല ആരോഗ്യത്തോടെ സമർപ്പിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നു. ഇനി ശിമയോനും അന്നായും കാത്തിരുന്നു ഈശോയെ കാണാൻ. ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവനാണ് ശിമയോൻ. ജെറൂസലേമിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവളാണ് അന്ന. അപ്പോൾ അവർ കാത്തിരുന്നു. ഈ കാത്തിരിക്കുന്നവരുടെ ഒരു പ്രത്യേകത, ഇന്നത്തെ വചനഭാഗത്ത് നിന്ന് അവരൊരു ഡിസിപ്ലിൻഡാണ്. അവർ ഡിസിപ്ലിൻ ആയിട്ട് പോവുക. ഇപ്പോൾ ഇന്നത്തെ യൗസേപ്പ് പിതാവിനെയും മാതാവിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ 4 തവണയാണ് പറയുക മോശയുടെ നിയമമനുസരിച്ച്. ലൂക്ക 2:22 മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിന് ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. മോശയുടെ നിയമമനുസരിച്ച്. ഇനിയും ലൂക്ക 2:24 ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്ന് കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച്. ഇനിയും ലൂക്ക 2:27 നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായി യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ഇനി ലൂക്ക 2:39 കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നോക്കിക്കുക. കാത്തിരിക്കുന്നവർക്കുള്ളൊരു ക്വാളിറ്റിയാണ്. അനുഗ്രഹം കാത്തിരിക്കുന്നവർക്കുള്ള ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻഡ് ലൈഫ്. കുമ്പസാരം വേണം, കുർബാന വേണം, കർത്താവിൻ്റെ അനുഗ്രഹം. ഒരു കൊച്ചിനെ കാത്തിരിക്കുന്നവർ, നല്ല വിവാഹം കാത്തിരിക്കുന്നവർ, നല്ല ജോലി കാത്തിരിക്കുന്നവർ ഡിസിപ്ലിൻ ആയിട്ട് പോകണം എന്ന് വചനം പറയുകയാണ്. ഈ ശിമയോനെ നോക്കിക്കേ. ശിമയോനെക്കുറിച്ച് പറയുന്നത് 25-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നിരിക്കണം, അങ്ങനെയല്ലല്ലോ, ഉണ്ടായിരുന്നു. ഇനി 26-ാമത്തെ വചനം കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റിയ വിധത്തിൽ ജീവൻ നയിച്ച ഒരാളാണ് ശിമയോൻ. ഇനി പറയുന്നത് 27-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. അപ്പോൾ മുഴുവൻ ആ ഒരു ഡിസിപ്ലിൻ ലൈഫ് അതാണ്. അപ്പോൾ ഇനി അന്നയെ നോക്കിക്കേ. അന്ന രാപ്പകൽ, അത് 37-ാമത്തെ വാക്യത്തിലാണ്, രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയമായപ്പോൾ മുന്നോട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം മടിപിടിച്ചിരിക്കാതെ പ്രാർത്ഥനയിൽ ഇതൊരു ഡിസിപ്ലിൻഡ് ലൈഫ് നമുക്ക് വേണം. ഇനിയും നമ്മളെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുമ്പസാരം നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണല്ലോ. കുമ്പസാരത്തിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ ചിലപ്പോൾ ഇന്നലെ അവിടെ കുമ്പസാരിക്കാൻ നിന്നവരോട് എനിക്ക് പറയേണ്ടി വന്നു, നിങ്ങളൊന്ന് നേരെ നല്ല ക്യൂ ആയിട്ടൊന്ന് നിൽക്കുക. തൊട്ടടുത്ത് കൊങ്കിണി ഫാദർ വരും കുമ്പസാരിപ്പിക്കാനായിട്ട്. അപ്പോൾ മലയാളികളുടെ വില കളയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ക്യൂ ആയിട്ട് നിൽക്കണം. അപ്പോൾ ഒരാൾ ക്യൂ കണ്ടിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ പ്രേരണയാൽ തിരിച്ചു വന്നു. നമുക്കൊന്ന് കാത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. കാത്തിരിക്കുന്നവരുടെ ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ. വരുമ്പോൾ തന്നെ അങ്ങ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? വരുമ്പോൾ തന്നെ കിട്ടുമോ? അപ്പോൾ ഒരു ഡിസിപ്ലിൻ, കാത്തിരിക്കാനായിട്ടുള്ളൊരു അപ്പോൾ ക്രമമൊന്നും തെറ്റരുത്. ഇല്ലേ, ചിലപ്പോൾ കുമ്പസാരിക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ പാപിയായ എന്നെ ആസ്വദിക്കണം, പാപിയാനെ കന്യാണ് എന്നൊന്നും പറയാതെ ഇപ്പോൾ ഈശോ വിശാരിക്കട്ടെ പിതാവിന് പുത്രനൊക്കെ പറഞ്ഞാണ് അവർ ആ ക്രമമൊക്കെ തെറ്റിച്ചാണ് ഇപ്പോൾ കുമ്പസാരിക്കുന്നത്.
ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പാപിയായ എന്നെ ആശീർവദിക്കണമേ, പാപങ്ങളെല്ലാം പറയുന്നു. അത് കഴിയുമ്പോൾ ഈശോ, ഞാൻ പറഞ്ഞ പാപങ്ങൾക്ക്, പറയാൻ വിട്ടുപോയ പാപങ്ങൾക്ക് മാപ്പ് നൽകി. ഇതല്ലേ ക്രമം. ആദ്യം കുമ്പസാരത്തിനുള്ള ജപം ചൊല്ലണം, അത് കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായശ്ചിത്തങ്ങൾ കേൾക്കണം, അത് കഴിഞ്ഞിട്ട് മനസ്താപ്രകരണം ചൊല്ലണം, അബ്സല്യൂഷൻ പ്രയർ അത് കേട്ടിട്ട് അത് സ്വീകരിച്ചിട്ട് വേണം പോകാൻ, എന്നിട്ട് പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഇല്ല, അതിൻ്റെ ക്രമമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഒരു ഡിസിപ്ലിനായിട്ടാണോ കുമ്പസാരിക്കുന്നത് പോലും? ഇല്ലേ? യഥാർത്ഥത്തിൽ ഈശോയെ സമർപ്പിച്ചത് നമ്മുടെ സമർപ്പണം അത് നവീകരിക്കാനായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലല്ലേ? നമ്മളെങ്ങനെയാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവൻ നവീകരിക്കുന്നത്? നിരന്തര കുമ്പസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും. വേറെ എങ്ങനെ നവീകരിക്കും? കത്തോലിക്ക വിശ്വാസ ജീവിതം എങ്ങനെ നവീകരിക്കും? നിരന്തര കുമ്പസാരം, നിരന്തര കുർബാന സ്വീകരണം. അങ്ങനെ മാത്രമേ കത്തോലിക്ക വിശ്വാസ ജീവിതം എന്നും നവീകരിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ സമർപ്പണ തിരുനാൾ ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ സമർപ്പണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ? സമർപ്പിച്ചിട്ടാണോ ഇരിക്കുന്നത്? ചില ആളുകൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ അവർ പ്രാർത്ഥനയാക്കി മാറ്റാറുണ്ട്. അച്ഛാ, എൻ്റെ മകന് കല്യാണം നടന്നിട്ടില്ല, അച്ഛാ, കൊച്ചില്ല, അച്ഛാ, ഇതൊക്കെ പറയുകയാണേ. അപ്പോൾ കുമ്പസാരം പാപം പറയുന്ന സ്ഥലമല്ലേ? പ്രാർത്ഥന പറയുന്ന സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ധൂർത്തപുത്രൻ അയാൾ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടില്ല. അതായത് അയാൾ ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടയാളാണ്, എപ്പോഴോ വിട്ടുപോയി. എന്നിട്ട് ആ സമർപ്പണത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാനിങ്ങനെ കിടന്നലയേണ്ട ആളല്ല. തിരിച്ചു വന്നു. അതായത് സെൽഫ് എസ്റ്റീം, അഭിമാന ബോധം നഷ്ടപ്പെട്ടു പോയില്ല. തിരിച്ചു വന്നിട്ട് അയാൾ, അപ്പ എനിക്ക് ചെരുപ്പില്ലപ്പ, അപ്പ എനിക്ക് ചോറില്ലപ്പ, വിശക്കണപ്പ, എനിക്ക് വസ്ത്രമില്ലപ്പ, അങ്ങനെ പറഞ്ഞോ? ധൂർത്തപുത്രൻ വന്നിട്ട് പിതാവിൻ്റെ കാൽക്ക വീണ, എനിക്ക് ചോറ് താപ്പ എന്ന് പറഞ്ഞോ? വന്നിട്ട് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? എല്ലാം കിട്ടി. ചെരുപ്പ് കിട്ടി, വസ്ത്രം കിട്ടി, ഭക്ഷണം കിട്ടി. അപ്പം നമ്മൾ കുമ്പസാരത്തിൽ പോലും നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഈ ചോദിക്കും, ഇങ്ങോട്ട് വേണം, അങ്ങോട്ടൊന്നും കൊടുക്കുക. അതല്ലേ ഞാൻ പറഞ്ഞു, എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ മാതാവ് ഇന്ന് കൊടുത്തത് എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നമ്മൾ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? എനിക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല, എൻ്റെ തീരുമാനം, എൻ്റെ ശീലങ്ങളൊന്നും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഇതെന്തൊരു സമർപ്പണമാണ്! ഇങ്ങനെയാണോ സമർപ്പിക്കേണ്ടത്? അപ്പോൾ അതൊരു ചിന്തയാണ്. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ ഒന്നും ചോദിക്കണ്ട, കുമ്പസാരിക്ക്, നിങ്ങൾ ജോലി വേണമെന്നൊന്നും പറയണ്ട. അതൊക്കെ അച്ഛന്മാർ പ്രാർത്ഥിക്കണ സ്ഥലത്തല്ലേ പറയേണ്ടത്. കുമ്പസാരത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ കളയാതെ കുമ്പസാരം നടത്താൻ നിങ്ങൾക്കൊന്ന് പരിശീലിച്ചൂടെ? അപ്പോൾ അതാണ്. അപ്പോൾ ഇന്ന് സമർപ്പണം, കുമ്പസാരം, കുർബാന സ്വീകരണം, ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ ഒരു മിനിറ്റ് വചനം പോലും കേൾക്കാൻ നമുക്ക് തയ്യാറല്ല. തള്ളിവിടും, ഫോണിൽ ഷോർട്സ് തള്ളിവിടും. അപ്പോൾ 10 മിനിറ്റ് പ്രസംഗം, നമുക്കൊന്നും, ചിലപ്പോൾ അതിലായിരിക്കും നമ്മൾ രക്ഷപ്പെടാൻ ഒരു ദൂത്, നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു ദൂത് ആ പ്രസംഗത്തിലായിരിക്കും. പക്ഷെ നമുക്ക് തയ്യാറല്ല, നമ്മൾ തയ്യാറല്ല. ഇനി ഇവർ ഡിസിപ്ലിനായിട്ടുള്ള ലൈഫ് നയിച്ചവരാണ്, കൊടുത്തവരല്ല, കാത്തിരുന്നവരെല്ലാം. ഇനി കിട്ടിയപ്പോൾ ഇവർ മാതാവിന് ഈശോയെ കിട്ടി, അല്ലേ? മാതാവിന് ഈശോയെ കിട്ടി. മാതാവ് 40-ാം ദിവസം കൊണ്ടുപോയി കൊടുത്തില്ലേ? കിട്ടിയവർ കൊടുത്തത് കണ്ടോ? കിട്ടിയിട്ട് നിങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി കൊടുത്തോ? നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ മക്കളെ കർത്താവിന് വേണ്ടി നിങ്ങൾ കൊടുത്തോ? നേരാവണ്ണം പ്രാർത്ഥിക്കുന്നൊരു കൊച്ചായിട്ട്, കർത്താവിന് ഇഷ്ടപ്പെട്ടൊരു കൊച്ചായിട്ട് നിങ്ങൾ കൊടുത്തോ? കിട്ടിയിട്ട് എന്താ കൊടുക്കാത്തത്? ഈ കിട്ടിയവരൊക്കെ കൊടുത്തത് കണ്ടോ? ഈ അന്നക്ക് കിട്ടിയിട്ട് അന്ന പോയി പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. കിട്ടിയത് രക്ഷ കാത്തിരുന്ന അന്ന അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. നമ്മളെന്താ കിട്ടിയിട്ട് കൊടുക്കാത്തത്? ഇനിയും കാത്തിരുന്നവരാരും ഇല്ലാത്തവരല്ലായിരുന്നു. ഇപ്പം മാതാവിന് ഈശോയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ശിമയോനെ കുറിച്ച് അവനിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടോ? ഞാൻ ഇന്നലെ ഒരാളോട് ചോദിച്ചു, എത്ര ശതമാനം ഈശോയുണ്ട്? അയാൾ നല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, 30% ഉള്ളൂ. എന്നിൽ ഈശോ 30% ഉള്ളൂ. ആലോചിക്കുക, എത്ര ശതമാനമുണ്ട് നിങ്ങളിൽ? ഈശോ എത്ര ശതമാനമുണ്ട്? ഈശോ ഉള്ളവരാണ് കൊടുത്തത്. മാതാവിന് ഈശോ ഉണ്ട്, ഈശോ ഉള്ളവരാണ്. നമുക്കൊന്നും ഇല്ലല്ലോ, എന്നിട്ടും എന്താ കൊടുക്കാത്തത്? ഒന്നുമില്ലല്ലോ.
നല്ല വിശ്വാസം, തിളച്ചു മറിയുന്ന വിശ്വാസമുണ്ടോ? പ്രശ്നങ്ങളിൽ പോലും പതറിപ്പോകാത്ത വിശ്വാസമുണ്ടോ? എന്നിട്ടാണ് കൊടുക്കാത്തത്. ഉള്ളവരാണ് കൊടുത്തത്, നമുക്ക് ഇല്ല. എന്നിട്ട് നമ്മൾ കൊടുക്കാൻ, ഒന്നും സമർപ്പിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. നമുക്ക് അങ്ങനെ സമയമൊന്നും കളയാൻ, കാത്തിരിക്കാൻ പോലും നമുക്ക് ക്ഷമയില്ല. അതുകൊണ്ട് പരിശുദ്ധ കാണിക്ക മാതാവിനോട് നിങ്ങളിന്ന് പ്രാർത്ഥിച്ചോ. അമ്മ, ഞാനിങ്ങനെ ചേർത്തല തങ്കിപ്പള്ളിയിൽ, അതൊരു പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെ പള്ളിയാണ്. ഇന്ന് അവിടെ തിരുനാളാണ്. അവിടെ ഇങ്ങനെ ഒരു ഗൈഡ് ചേട്ടനുണ്ട്. ആ ചേട്ടൻ മരിച്ചുപോയി. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ ചേട്ടൻ നിന്ന് കേട്ടൊരു സാധാരണ വിശ്വാസി കേട്ട കാര്യമാണ്: പരിശുദ്ധ കാണിക്ക മാതാവേ, അമ്മയുടെ കയ്യിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ. ഈ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചോ. അടുത്ത കൊല്ലം 2026 ഫെബ്രുവരി 2 ഞാനൊരു കൊച്ചിനെയുമായിട്ട് സമർപ്പിക്കാൻ വരാം എന്നൊന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ ഒരു കൊച്ചിനെ കിട്ടും. ഇനി ഞാൻ പറഞ്ഞില്ലേ, ആമുഖത്തിൽ പറഞ്ഞില്ലേ, 2:14 എഫേസ്യർ 2:14, സമാധാനം. അവൻ നമ്മുടെ സമാധാനമാണ്. പരിശുദ്ധ അമ്മയുടെ കയ്യിരിക്കുന്ന ഈശോ സമാധാനമായ ഈശോയാണ്. ഇനിയും പഠിക്കണ കാര്യത്തിൽ എന്ത് മേഖലയിൽ ഈശോ എല്ലാമാണല്ലോ. ഈശോയെ ചോദിക്കുക. നിങ്ങൾ ആ ഈശോയെ ചോദിക്കുക. ഈശോയെ ചോദിച്ചിട്ട് തമാശ കളിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയെ ചോദിച്ചാൽ ഈശോയെ പരിശുദ്ധ അമ്മ തരും. തൻ്റെ നിധി പോലെ കാത്തു സൂക്ഷിച്ച ഈശോയെ അങ്ങനെ നമ്മൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുമെങ്കിലല്ലേ തരുവുള്ളൂ. നമുക്കങ്ങനെ തമാശ കളിക്കാനാണെങ്കിൽ ഈശോയെ തരുമോ? പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ തരുമോ? പരിശുദ്ധ അമ്മയോട് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും നിങ്ങൾക്ക് ഈശോയെ വേണമെന്ന്. അങ്ങനെ മനസ്സിലായാൽ അമ്മ നിങ്ങൾക്ക് തരും. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചോദിക്കും. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ താങ്ങിടണമേ. കനിപോലും നിൻ തിരുകൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. ചേർന്ന് പാടിക്കേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. ആമേൻ.